ഞാൻ സംരക്ഷിതാറ് നെക്സ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബനാറസി ഐറ്റം ആണ്. ബനാറസി തന്നെ ഡിഫറെന്റ് ആയിട്ട് നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിന്റെ ആ ഒരു വീവിങ് പാറ്റേൺ, കളേഴ്സ്, ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ എല്ലാം അത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയുടെ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലേ, വീവിങ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ജെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓരോ ത്രെഡിലും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓരോന്നും ചെറിയ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കളേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. അപ്പോൾ ഇത് നമ്മുടെ പൊന്മാനിലാന്ന് തോന്നുന്നു, ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പൊന്മാനയും നമ്മുടെ പീക്കോക്കിനും ഒന്നും കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ ചെറിയ വേരിയേഷൻസ് കാണുമായിരിക്കും. നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ അതിങ്ങനെ മിക്സഡ് ടൈപ്പ് രീതിയിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കളറിൽപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്, അതിൽ തന്നെ ഫുള്ള് വീവിങ്. ബനാറസിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസൈൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഭംഗിയായിട്ടാണ് വീവിങ് പാറ്റേൺ പോയേക്കുന്നത്. പിന്നെ ദുപ്പട്ടയൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു 3XL 4XL വരെയൊക്കെ ഉള്ളവർക്കും തയ്ക്കാൻ പറ്റും. അത്രയും വലിപ്പമുള്ള ഫാബ്രിക്കാണ്. ഞാൻ മടക്കിയും കൂടെ പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് വീവിങ് കൊടുത്തിട്ടുണ്ട്. അത് അടുപ്പിച്ച് തന്നെ ഫുൾ ആ ഒരു ഡിസൈനാണ്. താഴത്തെ ബോർഡറിനും ആ ഒരു വീതിയുള്ള ബോർഡറായിട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടം ആണെങ്കിലും സിൽക്കിൻ്റെ ടൈപ്പ് തന്നെ ഫാബ്രിക് കേട്ടോ. നല്ല ബ്ലൂ ഷെയ്ഡ്, സെയിം ആ ഒരു കളറിൽ തന്നെയാണ് അതും ചെയ്തെടുത്തേക്കുന്നത്. മെയിനായിട്ട് ദുപ്പട്ടയുടെ ഭംഗി ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ. അത് അത്രയും അടുപ്പിച്ച് അത്ര ഹെവി ഫീലിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ മറ്റേതിലെല്ലാം കാണിക്കുമ്പോൾ പറയാറുണ്ട്, ഓരോ വീവിങ്ങിൻ്റെയും ആ ഒരു ത്രെഡ് യൂസ് ചെയ്യുന്ന ലെയറിൻ്റെയൊക്കെ ഇതിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പോർഷനിലും ദുപ്പട്ടയിൽ അത്ര അടുപ്പിച്ച് തന്നെ. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ബോർഡറൊക്കെ മാത്രമല്ലേ ഉള്ളൂ, കുഞ്ഞു ബൂട്ടാസ് മാത്രമേ അകത്തുള്ളായിരുന്നു. ഇത് അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സാരിക്കകത്തൊക്കെ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിൽക്കൊക്കെ എടുക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി റീസണബിൾ ആട്ടോ. സിൽക്കിനേക്കാളും ഗ്രാൻഡായിട്ട് നമുക്കൊരു കാഞ്ചീപുരം സിൽക്ക് സാരി എടുത്തുകൊണ്ട് പോകുന്ന ലുക്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയാം. നല്ല ഒതുങ്ങി കിടന്നോളും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AD 287, റേറ്റ് 2860 വരെ മാത്രമേ ഉള്ളൂ, 2860. നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും തപ്പി നടക്കുന്ന ഷെയ്ഡാട്ടോ. ഈ ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിൻ്റെ അകത്ത് കളർ ചാർട്ട് ഇങ്ങനെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പം ഈ ഓറഞ്ച് പെട്ടെന്ന് കണ്ണിൽ പെട്ടു. പിന്നെ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം അതേപോലെ രസമുള്ള കളറുകളാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ സാധാരണ വരുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സ് മാത്രം എടുത്താണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് മെയിൻ ഞാൻ പറഞ്ഞില്ല, ഈ ഓറഞ്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓറഞ്ചിൻ്റെ ഭയങ്കര ഡാർക്ക്, അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഓറഞ്ച് അല്ല കേട്ടോ, നമ്മുടെ ഒരു ഡാർക്കർ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്ര രസമായിട്ടുള്ളൊരു കളറാട്ടോ. അതിൻ്റെ അകത്ത് തന്നെ ഫുൾ വീവിങ്. ബനാറസിയിൽ ഞാൻ പറഞ്ഞില്ലേ, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും അടുപ്പിച്ച് തന്നെ നല്ല രീതിയിൽ വീവിങ് പാറ്റേൺ കൊടുത്തിട്ടുള്ള മോഡൽ. ത്രെഡൊക്കെ അത്രയും നല്ല പ്രീമിയം ത്രെഡാട്ടോ എല്ലാത്തിനും ഉപയോഗിച്ചേക്കുന്നത്. ബോർഡറൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഏറ്റവും ലാസ്റ്റ് ബോർഡർ ആ ഒരു ഒറിജിനൽ ഐറ്റത്തെ വരുന്ന പോലെ തന്നെ നമുക്കത് ലോക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കും. നിങ്ങൾക്ക് ഇതിങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ലോക്ക് ചെയ്തെടുത്തോ കേട്ടോ. ലോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിന് ഒറിജിനൽ ഫീൽ നമുക്ക് നോർമൽ സാരിയിലും ഒക്കെ പ്യുവർ ഐറ്റംസിൽ ലോക്ക് ചെയ്യാതെ വരത്തില്ല. ആ ഒരു സ്റ്റൈലിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ടോപ്പിലും ദുപ്പട്ടയിലും ജസ്റ്റ് ഒന്ന് ലോക്കിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ലോക്കായിട്ട് ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് മടക്കി അടിച്ച് അങ്ങനെ വേണം എടുത്താൽ മതി. ഇങ്ങനെ കടന്നാലും കാണാൻ ഭംഗിയാട്ടോ. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ലോക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത്. ഡാർക്കർ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AD 288, റേറ്റ് 2860. അടുത്ത ഷെയ്ഡ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിലും സെയിം തന്നെ വീവിങ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മെറ്റീരിയൽ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൈക്കുള്ള പോർഷൻ ഞാൻ ഇതിങ്ങനെ മടക്കി പിടിച്ചേക്കുന്നത്, കൈക്കുള്ള പോർഷൻ ഇവിടെ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. ഇതല്ലേ, ദുപ്പട്ടയൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സിൽക്ക് സാരി നിങ്ങൾ മേടിക്കേണ്ട, ഒരു 10,000-ന് സിൽക്ക് സാരി മേടിക്കുന്ന പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല ഗ്രാൻഡായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പാർട്ടി വെയർ തന്നെ ഇപ്പോൾ ഓൾറെഡി ബനാറസി ഉള്ളവർക്കും എടുക്കാം കേട്ടോ. കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ബോട്ടം ആണെങ്കിലും അത്യാവശ്യം നല്ല സിൽക്ക് ബേസിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയലാണെന്ന് വെച്ചാൽ ഈ സെയിം ആ ഒരു അത്രയും കൂടിയ ഫാബ്രിക് അല്ല, ഏകദേശം സിൽക്കിൻ്റെ തന്നെ ലുക്ക് കിട്ടുന്ന രീതിക്കാണ് ബോട്ടം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 285, റേറ്റ് സെയിം ആണ്. നമ്മുടെ അടുത്ത ഷെയ്ഡ് പറഞ്ഞു വരുമ്പോൾ ഈ ഷെയ്ഡും എൻ്റെ കണ്ണിൽ പെട്ടായിരുന്നു. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാട്ടോ, ഡാർക്ക് ബ്രൗണിൻ്റെ ഷെയ്ഡ്. എന്നെ രസമാണ് ഈ കളറൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇത് നല്ല വണ്ണം ഉള്ളവർക്ക് ചിലപ്പം കൈക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ. പക്ഷെ എന്തായാലും ബോർഡറിനുള്ളത് കിട്ടും. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒത്തിരി ഒരു XL വരെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു കൈക്ക് ഒരു വീതിയുള്ള ബോർഡർ കിട്ടും. അപ്പോൾ ചിലതിൽ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ടോപ്പിൽ നല്ല രീതിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ചില കളേഴ്സിന് കിട്ടുന്നുണ്ട്. പക്ഷേ ചിലതിൻ്റെ അകത്ത് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും കൈക്ക് വരിക.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പോയേക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. സിൽക്ക് ഒക്കെ ആ സാരിയൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഫങ്ഷൻ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഐറ്റം ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. അത്രയും രസമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ ഭയങ്കര റെയർ ഷെയ്ഡ് അല്ലേ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ബനാറസിയിലെന്നല്ല നോർമലിലാണെങ്കിലും ഈ ടൈപ്പ് ഷെയ്ഡ്സ് ഒക്കെ അങ്ങനെ വരാറേ ഇല്ല. ഭയങ്കര രസം. എനിക്ക് മെയിൻ ഒരു ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ് മെയിൻ ഈ ഡൈ ചെയ്യുമ്പോൾ കറക്റ്റ് കളർ കിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ സ്പെഷ്യലായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഐറ്റംസ് ആയതൊക്കെ കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 286, റേറ്റ് സെയിം ആണ്. അടുത്ത കളർ ലാസ്റ്റ് കളർ, ഒരിക്കലും ആർക്കും ഒരു ഇഷ്ടം കുറഞ്ഞു പോകാത്തൊരു ഷെയ്ഡ്, അതായത് ബ്ലാക്ക് ഷെയ്ഡാണ്, നല്ല ജെറ്റ് ബ്ലാക്ക് കേട്ടോ. അതിലാണ് ഫുള്ളായിട്ട് ഈ വീവിങ് വന്നേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും ഇടാൻ പറ്റും. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കൂടിയ ഐറ്റംസ് അല്ലേ, എന്തായാലും പറ്റുന്നവർ ഡ്രൈ വാഷ് തന്നെ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വീട്ടിൽ തന്നെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുക്കുക കേട്ടോ. ഒരുപാട് നേരം മുക്കിയൊന്നും വെക്കരുത്. പറ്റുന്നവർ ഡ്രൈ വാഷ് തന്നെ ചെയ്താൽ മതി. കാരണം കൂടിയ ഫാബ്രിക്കാണ്, സിൽക്കിൽ തന്നെ കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ബോർഡറിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടല്ലേ, അത് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കാൻ തോന്നുന്നു. അത്ര രസമാണ് അതിൻ്റെ വീവിങ് കാണാനായിട്ട്. അടുപ്പിച്ചാൽ ഇത്രയും വീവിങ് ഉണ്ട് കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും വീവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് നമുക്ക് റീസണബിൾ തന്നെയാണ്. പാർട്ടി വെയർ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് എടുത്തോ. നല്ല ഷെയ്ഡ്സ് ആയാലും. നമ്പർ വരുന്നത് AD 284, റേറ്റ് 2860, 2860.